ആസാമിലും ഭിവണ്ടിയിലും ഗുജറാത്തിലും ജംഷഡ്പൂരിലും ഗോഹട്ടിയിലും വാരാണസിയിലും അയോധ്യയിലും അലിഗഡിലും അഹമ്മദാബാദിലും ഭഗൽപൂരിലും ജബൽപൂരിലും ഗുജറോറിലും ജംഷഡ്പൂരിലും വെട്ടിനിറുക്കപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടി മഹദനി ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയായിരുന്നു എന്നാണ് ഇപ്പോഴും എന്റെ അഭിപ്രായം. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ മൈക്ക് കെട്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിച്ചു. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയത് ആർക്കാണ്? ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ കോടീശ്വരന്മാർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ രാജ്യത്തെ സമ്പന്നന്മാർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ രാജ്യത്തെ മേലാളവർഗത്തിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്നും കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത, കുടിക്കാൻ ഒരു കുപ്പി ശുദ്ധജലം കിട്ടാത്ത, ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്ന രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല മക്കളെ. ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ടവന് ഇന്നും പബ്ലിക് ടാപ്പിന്റെ മുന്നിൽ കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി മണിക്കൂറുകളോളം കുടവുമായി കാത്തു നിൽക്കേണ്ടി വരുന്ന പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല മക്കളെ. ഇന്നും ഈ രാജ്യത്തെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാതെ, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ കഴിയുന്ന, റെയിൽവേ ലൈനിന്റെ തീരത്ത് സാരി വലിച്ചു കെട്ടി കഴിയുന്ന, കഠിനമായ മഴയത്തും ഭീകരമായ വെയിലത്തുമെല്ലാം അതികഠിനമായ വേദനകൾ സഹിച്ചു കഴിയുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്ത് പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന വർഗീയ കലാപങ്ങളിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട നിരപരാധികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ പിതാക്കന്മാർ ക്രൂരമായി വധിക്കപ്പെട്ട അനാഥ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ സ്വാതന്ത്ര്യം കിട്ടിയത് ഈ രാജ്യത്തെ കോടീശ്വരന്മാർക്കും സമ്പന്നന്മാർക്കും മേലാളവർഗത്തിനുമാണ്. ഇത് സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ഞാൻ നാടുനീളെ നടന്ന് പ്രസംഗിച്ചു. ഇന്ന് 60ാം വാർഷികം കൊണ്ടാടുമ്പോഴും ജയിലിൽ നിന്നിറങ്ങിയപ്പോഴും എനിക്ക് പറയാനുള്ള അതുതന്നെയാണ്. ഈ രാജ്യത്തെ കീഴാളവർഗത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ പാവപ്പെട്ടവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ കറുത്ത മക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് മഹദനിയുടെ അഭിപ്രായം. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ രാജ്യത്ത് 2 നീതിയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രാജ്യത്ത് സംവരണമില്ല.